ഞാൻ നടി സഞ്ജനയുടെ ഡ്രൈവറാ. മാഡത്തിനോടൊന്ന് സംസാരിക്കാൻ. വരൂ, പറയൂ. ഗോവയിലായിരുന്ന കാലം മുതലേ എനിക്ക് സഞ്ജനയെ അറിയാം. കേരളത്തിൽ നിന്ന് ചരക്കുകൾ എടുത്ത് ഗോവയിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ലോറി ഓടിച്ചിരുന്ന എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് സഞ്ജനയുടെ നല്ല മനസ്സാ. ചതിച്ചതാ എന്റെ സഞ്ജനയെ. എല്ലാവരും ചേർന്ന് ചതിപ്പെടുത്തിയതാ. ചതിച്ചെന്നോ? ആര്? അവൻ മലയാള സിനിമയിലെ യുവതാരം കിരൺ. അവൻ പറഞ്ഞിട്ടാ ജനാർദ്ദൻ എന്റെ സഞ്ജനയെ കുറിച്ച് ഇല്ലാവചനങ്ങൾ എഴുതിയത്, അവളുടെ ഫോട്ടോ ഇന്റർനെറ്റിലാക്കിയതും. സത്യനാഥൻ സാറ് സഞ്ജനയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു ബഹളം വെക്കാൻ സ്വന്തം ഫാൻസുകാരെ അയച്ചതും കിരണ. കിരണിന് സഞ്ജനയോട് ഇത്ര വൈരാഗ്യം തോന്നാൻ എന്താ കാരണം? സൗന്ദര്യമുള്ള ഏത് പെണ്ണിനെയും നോട്ടിടുന്ന ആളാ കിരൺ. ആ ഉദ്ദേശത്തോടെ സഞ്ജനയെ ഒരു സിനിമയിലേക്ക് അയാൾ കാസ്റ്റ് ചെയ്തു. പക്ഷെ സഞ്ജന അയാൾക്ക് വഴങ്ങിയില്ല. പിന്നെ പകയായി, ഭീഷണിയായി, പ്രതികാരമായി. അന്ന് തുടങ്ങിയതാ അയാള് ജനാർദ്ദനെ കൊണ്ട് വാരികയിൽ വൃത്തികേടുകൾ എഴുതിക്കാൻ. കിരൺ പറഞ്ഞെന്ന് വെച്ച് ജനാർദ്ദനൻ അങ്ങനെ എഴുതണമെന്നുണ്ടോ? അയാളൊരു ജേർണലിസ്റ്റ് അല്ലേ? ജേർണലിസ്റ്റ് കിരണിനെ ഭാര്യന്റെ മുറിയിലാക്കിയിട്ട് വരാന്തെ കിടന്നുറങ്ങാൻ മടിയില്ലാത്തവനാ. അതിനവരേതോ ആയുർവേദിക് ഹോസ്പിറ്റൽ നടത്തുമല്ലേ? ഹോസ്പിറ്റല്, ഒരു ഒഴിച്ചിൽ കേന്ദ്രം. അതിന്റെ മറവിൽ നടക്കുന്നൊക്കെ ഈ നാട്ടിൽ പാട്ടാ. ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനേ ഒരിച്ചിലും പിഴിച്ചിലും മാത്രം പോരാ, വേറെ ചില ട്രീറ്റ്മെന്റുകളും വേണം. അത്തരം ചില എക്സ്ട്രാ പാക്കേജുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്തൊക്കെ എക്സ്ട്രാ പാക്കേജുകൾ മിസസ് ലളിതാബായി കൊടുക്കും? സിനിമാ താരം കിരണിന് നൽകാറുള്ള ട്രീറ്റ്മെന്റ് CBIക്ക് കൊടുക്കുവോ? എന്താ കൊടുക്കോ? ഐ എം നന്ദിനി വർമ്മ ഫ്രം CBI. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞേ പറ്റൂ. അണ്ടർസ്റ്റാൻഡ്? അത് പിന്നെ കിരൺ സർ, വിമൽ കൊല്ലപ്പെട്ട ദിവസം നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ വിമലിന് നൽകാനുള്ള 10 ലക്ഷം രൂപ കൊടുത്തുവിട്ടത് കിരണായിരുന്നു. ഒരു പ്രൊഡ്യൂസർ തന്റെ ചിത്രത്തിന്റെ അഡ്വാൻസ് ആയി ആ തുക കിരണിന് നൽകിയത് ഇവിടെ വെച്ചായിരുന്നു, അല്ലേ? അല്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓ, ഇന്ദു, പ്രൊഡ്യൂസർ ജോസഫ് ഇടിക്കുള, ഇയാളായിരുന്നു അന്ന് ഇവിടെ വെച്ച് ആ പണം തന്നത്. കൃത്യം നടന്ന രാത്രി ജനാർദ്ദനൻ ആദ്യം വിളിച്ചത് കിരണിന്റെ പേഴ്സണൽ മൊബൈലിലേക്കായിരുന്നു. അത് സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞപ്പോ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ച ശേഷം വീണ്ടും നിങ്ങളെ വിളിച്ചു. എന്തിന്? നിങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടൊന്നുമല്ല അതെന്ന് എനിക്കറിയാം. അതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണേ ഉള്ളൂ. കിരൺ അന്ന് രാത്രി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, അല്ലേ? Happy birthday to you. Happy birthday to you. Happy birthday to you. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഈ ഭാവം കണ്ടപ്പോഴേ മനസ്സിലായി. സോ പ്ലീസ് കം വിത്ത് us. എങ്ങോട്ട്? ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു സ്റ്റാർ ആണ് ഞാൻ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാവാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വെച്ച്. സമ്മതിച്ചു, ഒരുപാട് ആരാധകരുണ്ട് തനിക്ക്. പക്ഷേ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്ന തന്റെ സഹപ്രവർത്തകരെല്ലാവരും എന്റെ ആരാധകരായി മാറും. കാണണോ? ഞാൻ വരാം. സത്യം തുറന്നു പറയുന്നതാ രണ്ടുപേർക്കും നല്ലത്. സഞ്ജനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾ മെനഞ്ഞെടുത്ത ക്രിക്കറ്റ് പ്ലേയുടെ ക്ലൈമാക്സ് ആയിരുന്നില്ലേ ഈ മർഡർ? ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യണം? ചില്ലറ വീക്ക്നെസ്സുകളൊക്കെ എനിക്കുണ്ട്, സമ്മതിച്ചു. അതല്ലാതെ ആ വീക്ക്നെസ് നിങ്ങൾ സഞ്ജനയോട് എടുത്തു. അവൾ വഴങ്ങാതിരുന്നപ്പോ വാശിയായി. എങ്ങനെ മുട്ടുകുത്തിക്കണമെന്ന വാശി. ഇയാളുടെ വാരികയിൽ സഞ്ജനയെക്കുറിച്ച് നിരന്തരം ഗോസിപ്പുകൾ എഴുതിപ്പിച്ചു നിങ്ങൾ. എന്റെ മാഡം, ഇതൊക്കെ തെറ്റിദ്ധാരണകളാ. ഒരു ഫിലിം സ്റ്റാർ എന്ന നിലയിൽ ഒരുപാട് പെണ്ണുങ്ങൾ മോഹിക്കുന്നുണ്ട് എന്നെ. അതുപോലെ സഞ്ജനയെ മോഹിച്ചു കാണും, മറ്റു പെണ്ണുങ്ങൾ മോഹിച്ചിട്ടുണ്ടാവാം.
ഈ ചോദ്യം ചെയ്യൽ നാടകം കഴിഞ്ഞ് ഞാനങ്ങ് പോയി കഴിയുമ്പോ മാഡത്തിന് തോന്നാവുന്നതേ ഉള്ളൂ ആ മോഹം. നിന്റെ ആ വൃത്തിയിട്ട മോഹം നടക്കില്ലെന്ന് ബോധ്യമായ സമയത്താണ് ഫോട്ടോയുമായി വിമൽ എത്തിയത്. 10 ലക്ഷം രൂപ അയാൾക്ക് നൽകി ഫോട്ടോസ് സ്വന്തമാക്കാൻ നീ തീരുമാനിച്ചു. പക്ഷേ ആ 10 ലക്ഷം രൂപ കയ്യിൽ വെച്ച് വിമലിനെ വകവരുത്താനായിരുന്നു ജനാർദ്ദനന്റെ പദ്ധതി. ഇല്ല, ഞാൻ ആരും കൊന്നിട്ടില്ല. കൃത്യം നടന്ന രാത്രി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിന് മുമ്പ് താൻ ഇയാളെയാണ് ഫോൺ ചെയ്തത്, കിരണിനെ. ഞാൻ എന്റെ വൈഫിനെയാ വിളിച്ചത്. ഓ, മിസ്സസ് ലളിതാബായി, പറഞ്ഞോളൂ, അന്ന് രാത്രി എന്താ ഉണ്ടായത്? സംഭവം നടന്ന രാത്രി കിരൺ സർ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഫോട്ടോയുമായി ജനേട്ടൻ തിരിച്ചു വന്നിട്ടേ മടങ്ങി പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ഒന്നും മയങ്ങാൻ കിടന്നതായിരുന്നു അദ്ദേഹം. ആരാ നോക്ക്. ഹലോ, ഞാനാ. നീ ഫോൺ കിരൺ സാറിന് കൊടുക്ക്. ആ ജനേട്ടനാ. ഹലോ. മതിയടോ, അത് മതി. ആ ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ എന്താ, താൻ ഇപ്പൊ തന്നെ വിവരം പോലീസിൽ അറിയിക്കണം, എന്നിട്ടാണ് തിരിച്ചു വിളിക്കണം. സഞ്ജന ആ ചെറുക്കനെ കൊന്ന് ഫോട്ടോയുമായി കടന്നു കളഞ്ഞെന്ന് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ. അന്വേഷണം സഞ്ജനയിലെത്താൻ വേണ്ട മരുന്ന് നമ്മൾ ഇടക്കിട്ടോണ്ടിരുന്നാ മതി. ഓക്കേ, താൻ പെട്ടെന്ന് വാ, എന്നിട്ട് ലളിതാബായം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നിനി പോണോ? പോണം. പിന്നെ ആ 10 ലക്ഷം ചെലവാകാത്ത സ്ഥിതിക്ക് അത് ബായി തന്നെ വെച്ചു. കുറെ കടങ്ങളുണ്ടെന്ന് ജനാർദ്ദനൻ പറഞ്ഞിരുന്നേ. ആ പണം കൊണ്ടാ ഞങ്ങള് പണയത്തിലായിരുന്ന ഫ്രെയിം ന്യൂസിന്റെ ആധാരം തിരികെ എടുത്തത്. എന്താ ഇനി നിഷേധിക്കുന്നോ രണ്ടുപേരും? ഞാനൊന്നും നിഷേധിക്കുന്നില്ല. എന്നാലും കൊന്നത് ഞാനല്ല. പിന്നെ സംഭവം നടന്ന ദിവസം രാത്രി ഇത്രയും പണവുമായി ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് കിരൺ സാർ ഒരാളെ എൻ്റെ ഒപ്പം അയച്ചിരുന്നു, എന്റെ സ്റ്റാഫ് ചന്ദ്രനെ. ഞങ്ങൾ ഒരുമിച്ച അന്നവിടെ ചെന്നത്. വേണ്ട, ഇരുവ നിൽക്കട്ട. വാ വാ വാ. ഞാനാ. നീ ഫോൺ കിരൺ സാറിന് കൊടുക്ക്. കണ്ടോ സാറേ, ഒരുപാട് കാശ് നമുക്ക് വീതിച്ചെടുക്കാം. വേണ്ട, അത് അപകടമാണ്. സാറിന് വേണ്ട, വേണ്ട, എനിക്ക് വേണം, ഞാൻ എടുക്കുക. ഈ മൊബൈൽ അവിടെ കിടന്ന അപകട. സാറിന്റെ നമ്പർ കാണുന്നില്ല. ശരി ശരി, നീ പെട്ടെന്ന് കേറ്, നമുക്ക് പോകാം. സത്യമായിട്ട് ഇതാ സംഭവിച്ചത്. കൂടുതലൊന്നും എനിക്കറിയില്ല. ചന്ദ്രനുമായി കിരണിന് എന്താ ബന്ധം? കിരൺ സാറിന്റെ ഫാൻസ് അസോസിയേഷന്റെ ട്രഷറർ അയാള്. കിരൺ സാർ പറഞ്ഞിട്ടായിരുന്നു അയാൾ സഞ്ജനയുടെ ഫോട്ടോ ഇന്റർനെറ്റിലാക്കിയത്. ഈ കാര്യങ്ങളെല്ലാം സത്യനാഥൻ സാറ് എന്നെ ഇടിച്ചു പറയിച്ചതാ. കണ്ടില്ലേ മേഡം എന്റെ ബാഡി ഇരിക്കുന്നത്? എന്റെ മോളെ, അവൻ പഴനിക്ക് പോയിരിക്കുക. ഇന്നേക്ക് 4 ദിവസമായി അവൻ പോയിട്ട്. ചന്ദ്രനെ സത്യൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്നാ അയാളുടെ ഭാര്യ പറഞ്ഞത്. ഫസ്റ്റ് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവന് ഇനി ആണുങ്ങളെ കൊണ്ടുവരാൻ പോണത്. സത്യൻ വരുമ്പോ പറയണം നന്ദിനി വർമ്മ അന്വേഷിച്ചു വന്നിട്ട് പോയെന്ന്. ഹരഹരോ ഹരഹര. ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി പളനി ആണ്ടവന്റെ അടുത്ത് പോയി ഒന്ന് കാവടിയാടി. ശൂല്യം കുത്തിയില്ലടാ മോനെ. അത് കാര്യം നടന്നു കഴിഞ്ഞിട്ട് അമ്മേ. മേഡം പ്രസാദം. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചന്ദ്രനെ തേടി വന്നതാ ഞാൻ. ഒളിപ്പിച്ചു വെച്ചെന്നോ? മേഡം എന്തൊക്കെയാ പറയുന്നത്? എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് നടത്തി ഈ കേസ് തെളിയിക്കണമെന്ന് പളനി മുരുകനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ ഞാൻ. അഭിനയം വേണ്ട, പറ, ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ ജാമ്യമില്ല വാറണ്ട. സി സത്യനാഥനെ അറസ്റ്റ് ചെയ്യാൻ. അയ്യോ മോനെ. ഫ്രെയിം ന്യൂസ് പത്രാധിപർ ജനാർദ്ദനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കുറ്റം. കഴിഞ്ഞ 4 ദിവസമായി നിന്നെ അന്വേഷിച്ചടക്കാം ഞങ്ങള്. ഞാൻ വന്നോളാം. അതെന്തോ ഇടപാടാ? ലീവിലിരിക്കുന്ന പോലീസുകാരന് വേണ്ടി നിയമം മാറ്റി എഴുതാൻ പറ്റുമോ? അല്ലേലേ നിനക്ക് ചീത്തപ്പര. നടക്കടാ,
കൈയെടുക്കടേ, ഇല്ലെങ്കിൽ എടുപ്പിക്കും. ഞാൻ വരാം. കാരണം നീ ഇട്ടിരിക്കുന്ന കാക്കിക്കും നിന്റെ കയ്യിലിരിക്കുന്ന കോടതി ഉത്തരവിനും എന്റെ മനസ്സിലൊരു വിലയുണ്ട്. കേസ് എത്രയൊക്കെ വളച്ചൊടിച്ച് നീ നേടിയതായാലും ആ ഉത്തരവിട്ട നീതിപീഠത്തോട് എനിക്കൊരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ വരാം. നടക്ക്. എന്നാ വാ. മോനെ അയ്യോ പുറകിൽ. അയ്യോ എന്റെ മോൻ മോളെ നിന്നെ തല്ലിയ സംവരണക്കാര് കൂട്ടത്തോടെ ഉണ്ടാക്കുന്നല്ലേ നീ വാചോടിച്ചത്? എന്നിട്ട് എവിടെ എവിടെ മറുപടി പറയടാ. നിന്റെ സ്റ്റേഷനിൽ നീ പെരുമാറുന്ന ലോക്കപ്പിൽ നിന്നെ എങ്ങനെയിട്ട് പൊരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നടാ. അത് സാധിച്ചു. ഇങ്ങനെ കെട്ടിയിട്ട് തല്ലാൻ ഏത് മുകുന്ദം പോലീസിന് കഴിയും? ഈ വലങ്ങൊന്നഴി അപ്പ പഠിപ്പിച്ചു തരാൻ പണി അറിയാവുന്ന പോലീസുകാരന്റെ പണി. അനങ്ങാൻ വയ്യാണ്ടായിട്ടും ശൗര്യം തീർന്നില്ല അല്ലടാ. സക്കറിയ അഴിച്ചോടവനെ. എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണട്ടെ. ആദ്യം കണ്ട അന്ന് തുടങ്ങിയതാ നിന്റെ ഈ സംവരണക്കാരെന്നുള്ള വിളി. നിന്റെ ശരീരത്തിലോടുന്ന അതേ ചോര തന്നെയാടാ ഇവിടുത്തെ പൊലയിന്റെയും പറയിന്റെയും കുറവിന്റെയും ദേഹത്തിലോടുന്നത്. അവർക്കില്ലാത്ത ഒരു എക്സ്ട്രാ ഫിറ്റിസും നിന്റെ ഈ 5-10 ബോഡിയിലില്ല. ഹരി എന്ന ദൈവമെന്നും ഹരിജനം എന്ന ദൈവത്തിന്റെ മക്കളെന്നും പറഞ്ഞ ആ വലിയ മഹാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാ. നിനക്കിരിക്കട്ടെ ഈ സംവരണക്കാരന്റെ ഒരു സമ്മാനം. ലീവിലല്ലേ? ഇന്ന് ജോയിൻ ചെയ്തു. പത്രത്തിലുണ്ടായല്ലോ, വായിച്ചില്ലേ? ഹലോ, ഇൻസ്പെക്ടർ ബൽറാം സ്പീക്കിംഗ്. ഹലോ, പിന്നെ എന്തുണ്ട് വിശേഷം? ആ മാറിക്കളോട് ഒന്നും പറയണ്ട. ഇവിടെ ഭയങ്കര ഇടി മഴയാ. അല്ല ഇടിവെട്ടും മഴയാ. അവിടെ എങ്ങനെ ഇടിയുണ്ടോ? അല്ല ഇടിവെട്ടും മഴയുണ്ടോ? മുത്തേ, ഞാൻ വന്നിരുന്നു. പക്ഷെ മതിലിന് പൊക്കം കൂടുതൽ കാരണം എനിക്ക് ചാടാൻ പറ്റില്ല. കാരണം എനിക്ക് പൊക്കം കുറവല്ലേ. അല്ലേ സത്യസാറ് വയലന്റ് ആയെന്ന് DSP വിളിച്ചു പറയണം. ആരാ ഫോണിൽ തന്നെ? എടോ, അതറിയാവുന്നതുകൊണ്ടാ ഈ സംഭാഷണം നിർത്താത്തത്. എടോ, കിട്ടേണ്ടവന് കിട്ടിക്കഴിഞ്ഞാലേ ഈ ഫോൺ കട്ടാവൂ. കേട്ടല്ലോ? പോലീസ് പൊട്ടനില്ലെന്ന് ആരാ പറഞ്ഞത്? ഇനി ഇടി കൊടുത്തിട്ട് അല്ല കണ്ടിട്ട് വരാം. സത്യം സാർ നല്ല ബെസ്റ്റ് ഇടിയല്ലേ? എടുക്കട്ടെ 2 കോൺസ്റ്റബിൾ ബൽറാം സല്യൂട്ടിംഗ് സാർ. എന്നെ കൊന്ന് Stop it! കാര്യം നമുക്ക് ഇയാളെ ഇഷ്ടമല്ല എന്ന് വെച്ച് ഇവിടെ കിടന്നവൻ ചത്തുപോയാ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. സാർ, ഇവൻ ഒരു കുഴപ്പമില്ല. ഇതെല്ലാം അവന്റെ അഭിനയ. കൂടുതൽ ആർഗ്യൊന്നും വേണ്ട, മതി. That's all. സത്യം സാറേ ശരീരം മൊത്തം പഞ്ഞിക്കിട്ട് പോലെ ആയിക്കളന്നില്ല. പതുക്കെ എനിക്ക്. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഈ
കുന്തൻ സാർ. മുകുന്ദൻ സാർ എന്നെ എനിക്ക് നിന്നോട് സഹതാപമൊന്നുമില്ല. കയ്യിലിരിപ്പിന്റെ ഗുണാ കിട്ടിയത്. പിന്നെ ഇനി സർവീസ് തിരിച്ചു തരാന്ന് വ്യാമോഹമൊന്നും വേണ്ട. വധശ്രമ കുറ്റം. ആ അഭിനയം കലക്കിയിട്ടുണ്ട്. താങ്ക് യു. എന്നിട്ട് എന്ത് ഈ അവാർഡ് കിട്ടാത്തത്? ഞാനൊരു സോഡ വാങ്ങിച്ചോണ്ട് വരാട്ടോ.